ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ മഴയൊക്കെ കുറേ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ വെയിലായിരിക്കുന്നു. അപ്പം സാധാരണ നല്ലൊരു നോർമൽ കാലാവസ്ഥയാണ്. മഴ പെയ്ത ആകെ ഒരു ഭീകരതയാണ് അല്ലേ. ഇപ്പോൾ രാവിലെ എണീറ്റ് വന്ന പാടാണ്. അപ്പോൾ എൻ്റെ നിങ്ങളോട് ഹായ് ഒക്കെ ഒന്ന് പറയുകയാണ് രാവിലെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. രാവിലെ കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട്, അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു തലേന്ന്. അത് ഫ്രീസറിൽ വെച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ചാൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇഡ്ഡലിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇഡ്ഡലി ആവുന്ന ദിവസമൊക്കെ നമുക്ക് നല്ല ഈസിയാണ് അല്ലേ. ഇതുപോലെ ഇഡ്ഡലി മാവ് കുറച്ച് അധികം അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശയായിട്ടും ഇഡ്ഡലിയായിട്ടും നെയ് റോസ്റ്റൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കാം. പിന്നെ തട്ടിൽ ദോശ ഇല്ലേ, വലിയ വലിപ്പമില്ലാത്ത ദോശ, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. കുറച്ച് അരിമാവ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് മാറി മാറി ഓരോന്നായിട്ട് ഉണ്ടാക്കാം. കറികൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അരിമാവൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ഗ്രൈൻഡറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് നമുക്ക് ആട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രൈൻഡർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. ഇപ്പോൾ മിക്സിയിലാവുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അപ്പോൾ ഗ്രൈൻഡർ ആയതിനു ശേഷം നല്ല സുഖമാണ് അരയ്ക്കാനും ഒക്കെ. നമുക്ക് അതിലിട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല. അപ്പോൾ ചക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ് ഇന്നത്തെ ഉപ്പേരി. അപ്പോൾ കടുകൊക്കെ വറവിട്ട്, കടുക് മുളകൊക്കെ വറവിട്ട് അതിലേക്ക് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചിട്ടുണ്ട്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ചക്കയ്ക്ക് ഇത്ര വേവൊന്നുമില്ല. സാധാരണ നോർമലായിട്ട് തന്നെ വേവിക്കാം. നമുക്ക് സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് വേഗം ആയി കഴിഞ്ഞ് അടുക്കളയത്തെ കഴിഞ്ഞിട്ട് വേണ്ടേ വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ രാവിലെ 5:30 തൊട്ടിട്ട് ഒരു 7 മണിയോട് കൂടി തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ നമുക്ക് ഏകദേശമൊക്കെ തീർത്ത് നമുക്ക് പുറത്തുള്ള ജോലികളിലേക്കൊക്കെ പോകാൻ കഴിയുള്ളൂ. മുറ്റടിക്കണം, തിരുമ്പൊക്കെ വേണ്ടേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഉച്ചയായാലും നമ്മളെ ജോലികളൊന്നും കഴിയില്ല. അപ്പോൾ അതിനനുസരിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. പിന്നെ മക്കളുടെ കാര്യങ്ങളും വേണ്ടേ അതിൻ്റെ കൂടെയൊക്കെ ചെയ്ത് തീർക്കുക. അപ്പോൾ കടുകും മുളകൊക്കെ വറവിട്ടതിന് ശേഷം ചക്ക വേവിച്ചത് അതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ വെള്ളം ഒന്നാണ്ട് വറ്റിച്ചെടുത്താൽ ഉപ്പേരി റെഡിയാവും. അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കുകയാണ്. നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ. മഴയൊക്കെ കുറേ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മഴ തുള്ളി ഇടുന്നുണ്ട്. അപ്പോൾ മോന് ട്യൂഷന് പോവുകയാണ്. അപ്പോൾ തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. എന്നാൽ വല്ലാതെ മഴ ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല. ചെറിയൊരു മഴയാണ്. അപ്പോൾ പിന്നെ ഇനി ജലദോഷമൊന്നും പിടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് പോയിക്കോളാൻ പറയുകയാണ്. അപ്പോൾ മത്തിയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഒക്കെ റെഡിയാക്കി വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് തിളച്ചൊക്കെ ആവുന്നതിന് മുമ്പ് നമുക്ക് വേഗം മീൻ നന്നാക്കി വരാനുള്ള ഒരു സ്പീഡ് കിട്ടും. ഇത് ആദ്യം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ മീൻ നന്നാക്കാൻ പോയാൽ മതി. എങ്കിൽ നമുക്ക് വേഗം ഇത് നന്നാക്കി നമുക്ക് വേഗം പോരാനുള്ളൊരു സ്പീഡ് ഉണ്ടായിരിക്കുള്ളൂ. ഇത് നമ്മൾ അങ്ങനെ മീൻ നന്നാക്കി അങ്ങനെ നിന്ന് സമയം പോകും. അങ്ങനെയൊക്കെ ഓരോ ട്രിക്കുകൾ ചെയ്താൽ നമുക്ക് വേഗം ജോലികൾ തീർന്നു കിട്ടും. അപ്പോൾ അതിലേക്ക് ഉള്ളി അരിഞ്ഞ്, ചുവന്ന മുളക്, കറിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ചേർത്താൽ അടിപൊളി മത്തിക്കറിയാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്, ഞാനും കണ്ണനും കൂടി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. അവന് വരുമ്പോഴാണ് എൻ്റെ ഷോപ്പിങ്ങൊക്കെ നടക്കുകയുള്ളൂ. ഏട്ടൻ്റെ കൂടെ അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാൻ പോയാൽ ഒക്കില്ല. അതും അങ്ങനെ നോക്കി നടക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ആകുമ്പോൾ എല്ലാം നോക്കിയും കണ്ടൊക്കെ അങ്ങനെ നടന്ന് സാവധാനം പോലെയൊക്കെയാണ് പോരുക. അപ്പോൾ വാച്ച് പാലസ് പോയിരുന്നു. അവിടെ പിന്നെ ക്ലോക്ക് വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി വാച്ചുകളൊക്കെ കണ്ടപ്പോൾ ഒന്ന് നോക്കുകയാണ്. ഇത് മഞ്ചേരിയിലുള്ള കടയാണ്, വാച്ച് പാലസ് എന്നാണ് പേര്. മഞ്ചേരിയിലൊക്കെ വരുന്നവർ ഇവിടേക്ക് ഒന്ന് വന്ന് നോക്കുക. അപ്പോൾ ഞങ്ങളൊരു ഇതാണ് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ്. അതിനൊക്കെ വലിയ റേറ്റ് ഒന്നുമില്ല. ഹോൾസെയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. വിക്സ്മാർട്ട് എന്നുള്ള കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതൊക്കെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ ചെറിയ മോന് എടുത്തിട്ടുണ്ട്.
പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇതൊന്നിപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞയച്ചാലൊന്നും നമുക്ക് കിട്ടില്ല, നമ്മൾ തന്നെ പോയാലാണ് ഇതൊക്കെ കിട്ടുക. ഒരു ഓയിൽ പോട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേമാതിരി 3 പാത്രമുണ്ട്. നല്ല ഒരു ഉപകാരമുള്ളൊരു പാത്രം കേട്ടോ. അങ്ങനെ നല്ലൊരു വൃത്തിയുള്ള ഒരു പാത്രമാണ്. നമുക്ക് ഒഴിച്ച് വെക്കാനോ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പാത്രമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 2 മണിയൊക്കെ ആയിരിക്കണം ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാനിരുന്നപ്പോഴേക്ക്. പിന്നെ ചോറൊക്കെ ഉണ്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അവിടെ പോയി. ഷോപ്പിങ്ങും നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്ന ദിവസമൊക്കെ നമുക്ക് നല്ലൊരു മനസ്സിന് തന്നെ നല്ലൊരു സുഖമാണ്. എനിക്കങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. താങ്ക്